മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മഹാ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൻ വിഷദ്രാവകം ശ്വസിച്ച് വയ്യാതാകുന്ന ഒരു എപ്പിസോഡാണ്ടെന്ന് വരാൻ പോകുന്നത്. എന്തായാലും ദുർഗ മഞ്ജുവിൻ്റെ മഹാലക്ഷ്മിയുടെയൊക്കെ അടുത്ത് നല്ല സ്നേഹത്തിൽ പെരുമാറുന്നുണ്ടെങ്കിലും മഞ്ജു ആണെങ്കിൽ ദുർഗയെ ഒട്ടും വിശ്വസിക്കുന്നില്ല. മഹാലക്ഷ്മി പിന്നെയും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ മഹാലക്ഷ്മിനെ കാണാനായിട്ട് ചെല്ലുമ്പം ലേഖ ദുർഗയോട് വളരെ മോശമായി തന്നെയാണ് പെരുമാറുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് കണ്ണേട്ടനും മഹിയും അവർ ഒരിക്കലും വിശ്വസിക്കരുത്, അവരുടെ അഭിനയമാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് എനിക്കങ്ങനെ 100% അവരെ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യമായിട്ടുണ്ടാവും, അവരുടെ മകനും മരുമകളും എന്തായാലും വാർദ്ധക്യത്തിൽ അവർക്ക് തുണയായിട്ടുണ്ടാവില്ല എന്ന്. അതുകൊണ്ടായിരിക്കും അവരിപ്പോൾ ഇങ്ങനെ മാറിയേക്കണേന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷം ആ വാമദേവൻ്റെ വാക്കും കേട്ട് കണ്ണേട്ടൻ്റെ മരുന്നിൽ മായം ചേർത്ത് തന്ന ആളാണ് കണ്ണേട്ടൻ്റെ രണ്ടാനമ്മ. അതുകൊണ്ട് കണ്ണേട്ടൻ അവരെ കണ്ണടച്ച് വിശ്വസിക്കുകയൊന്നും വേണ്ട, ലേഹയും മഞ്ജുവൊക്കെ പറയുന്നത് പോലെ തന്നെ കേട്ടാൽ മതി. അന്നേരം കണ്ണൻ പറയുന്നുണ്ട് ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഞാൻ. വീട്ടിലാണെങ്കിൽ എന്നോട് ഭയങ്കര സ്നേഹത്തിലാണ് പെരുമാറുന്നത്. അമ്മയെ അച്ഛൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന സമയത്ത് അമ്മ എനിക്ക് ഇഷ്ടമുള്ള എല്ലാ പലഹാരവും ഉണ്ടാക്കി തരുമായിരുന്നു. അന്നൊക്കെ നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് അമ്മ അത് ഉണ്ടാക്കി തന്നതും ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതും. ഇന്ന് അതേ രീതിയിൽ തന്നെ അമ്മ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നെ, ഉണ്ണിക്ക് പോലും അമ്മ അത്ര കാര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കണില്ല എന്ന്. സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല കണ്ണേട്ട, ഇനിയിപ്പോൾ അവരുടെ ആങ്ങളെ ജയിലിലായതുകൊണ്ട് അവർക്ക് സപ്പോർട്ടിന് ആരും ഇല്ലയെന്ന് കണ്ടിട്ട് നമ്മൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും അവർ മഞ്ജുവിൻ്റെ അടുത്ത് ചെന്നിട്ട് മഞ്ജു അവരെ ആട്ടി ഓടിക്കുകയോ ചെയ്ത് ഒരിക്കലും മഞ്ജു സ്നേഹമായിട്ട് അവരോട് പെരുമാറിയില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് മഞ്ജു അമ്മയുടെ സ്വന്തം മകളല്ലേ, അതുകൊണ്ട് തന്നെ മഞ്ജു അവരോട് സംസാരിക്കാൻ ഒരു മടിയും കാട്ടാറില്ല. നല്ല രീതിയിൽ തന്നെ ആക്ഷേപിച്ചാൽ മഞ്ജു പറഞ്ഞു വിടാറ്. എന്നാലും വീണ്ടും വീണ്ടും മഞ്ജുവിൻ്റെ അടുത്ത് സ്നേഹിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. മഞ്ജു പക്ഷേ അതൊന്നും അംഗീകരിക്കണില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം എന്തായാലും നൂലുകെട്ട് കഴിയട്ടെ, അതിനുശേഷം നമുക്കൊരു കാര്യം തീരുമാനിക്കാം. ഒന്നിലെ കമലേശ്വരത്തേക്ക് പോകാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ താനും കുഞ്ഞും താമസിക്കുക. അധികം വൈകാതെ തന്നെ നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടി എവിടെയെങ്കിലും സ്ഥലം വാങ്ങി വീട് പണിത് ഒരുമിച്ച് തന്നെ താമസിക്കാം. അപ്പോൾ അനന്തൂനും ലേഹയ്ക്കും കുഞ്ഞിനെ പിരിയണ വിഷമം ഉണ്ടാവില്ല. തൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം ഓർത്ത് അവർക്കും ടെൻഷൻ ഉണ്ടാവില്ല, എനിക്കും ടെൻഷൻ ഉണ്ടാവില്ല, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും ലേഹയ്ക്ക് കുഞ്ഞിനെയും എന്നെയും പിരിയണ കാര്യം ഇപ്പം തന്നെ വേദനയാണ്. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താവും, ലേഹയ്ക്ക് മോളെ കാണാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അനന്തുവേട്ടനും അതുപോലെ തന്നെയാണെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അനന്തു അവിടുത്തെ ജോലി തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ തനിക്കും കുഞ്ഞിനും വേണ്ടിയിട്ടാണ്, തന്നെയും കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള അവർ തനിക്കും കുഞ്ഞിനും ഒരു ആപത്ത് വരാൻ കൂട്ടു നിൽക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് അവർ പറയണതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകാവുള്ളൂ. അവരുടെ വാക്കിനും ഒരിക്കലും ധിക്കരിക്കാൻ പറ്റില്ല. ലേഖ നോക്കണ പോലെ തന്നെ ആരും നോക്കൂല. എന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് കണ്ണേട്ടൻ പറഞ്ഞത് നേരെ, എൻ്റെ അമ്മ നോക്കിയാൽ പോലും ലേഖ നോക്കണേ അത്ര ആവൂല, അത്ര കാര്യമായിട്ടാണ് ലേഖ എന്നെ നോക്കിക്കൊണ്ടിരിക്കണേ. സ്വന്തം ചേച്ചിയാണെങ്കിൽ പോലും ഇതുപോലെ നോക്കൂല എന്ന്. അതേസമയം നമ്മളുടെ കരുണയും ഉണ്ണിയും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. കരുണ ചോദിക്കുന്നുണ്ട് ഉണ്ണിയേട്ടാ ഇന്ന് തന്നെ അയാളുടെ കാര്യത്തിൽ തീരുമാനമാകും ഉണ്ണിയേട്ടാന്ന് ചോദിക്കുമ്പോൾ പിന്നില്ലാതെ ഇന്നും കൂടി അയാൾ ഈ വീട്ടിലുണ്ടാവുള്ളൂ, നാളെ അയാൾ കുഴിയിലായിരിക്കുമെന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട് ഇതെങ്കിലും നടന്നാൽ മതിയായിരുന്നു, ഇതിനു മുമ്പ് നമ്മൾ എത്ര കാര്യങ്ങൾ പ്ലാൻ ചെയ്തതാണ്, അതെല്ലാം ഫ്ലോപ്പായി പോയില്ലേ എന്ന് ചോദിക്കുമ്പം അത് നിൻ്റെ അച്ഛനും അമ്മാവനും അല്ലേ പ്ലാൻ ചെയ്തത്, ഇതിപ്പോൾ അവരൊന്നുമല്ല ഞാനാ പ്ലാൻ ചെയ്തിരിക്കണേ. എന്തായാലും നിൻ്റെ അച്ഛനും അമ്മാവനും ജയിലിലായി, മേഘേട്ടനാണെങ്കിൽ കിടപ്പിലുമായി, ഇനി നമ്മളെ സഹായിക്കാൻ വേറെ ആരുമില്ല, നമുക്ക് നമ്മളേ ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണമെന്ന് പറയുമ്പം കരുണ ചോദിക്കുന്നുണ്ട് ഇനി അതെങ്ങാനും പരാജയപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും ഉണ്ണിയേട്ടാന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, എന്തായാലും നീ പോയി കിടക്കാൻ നോക്കുന്നു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അയാളുടെ കാര്യത്തിലൊരു തീരുമാനം ആവാതെ എനിക്ക് കിടന്നാൽ ഉറക്കം വരില്ല, എന്തായാലും ഞാൻ അത് തീരുമാനം അറിഞ്ഞിട്ട് കിടന്നുറങ്ങണോളൂ എന്നും പറഞ്ഞ് കരുണ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അയാൾ ഈ നേരത്ത് വരണതാണല്ലോ, ഇന്ന് അയാളെ കാണുന്നുമില്ല, നോക്കിയിരുന്നു മടുത്തൂലോ എന്നും പറഞ്ഞിങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ അനന്തുവിനോടും ലേഹയോടും യാത്ര പറഞ്ഞിറങ്ങുമ്പം അനന്തും ലേഹയും പറയുന്നുണ്ട് കണ്ണ നീ ഒരുപാട് ശ്രദ്ധിക്കണം കേട്ടോ, അപകടം പതിയിരിക്കുന്നുണ്ട്, അവിടെ അവനുണ്ട്, ആ ഉണ്ണി അവൻ ഏത് രീതിയിലും പ്രതികാരം ചെയ്യാൻ നോക്കും. എന്തായാലും അവൻ്റെ അച്ഛനെ കൊന്നത് നിൻ്റെ അമ്മാവനും പ്രതാപനും എന്ന് അറിഞ്ഞിട്ടും അവന് വലിയ മാറ്റമൊന്നുമില്ല, ഇപ്പോഴും പ്രതാപനോട് സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ പ്രതാപൻ്റെ മോളെ വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുവന്നതെന്ന്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട് അതിൻ്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടടാ, ആ പ്രതാപൻ
വശദ്രാവിൻ്റെ അമ്മ എന്തെങ്കിലും കാര്യമായിട്ട് അവന് കൊടുക്കാമെന്ന് പറഞ്ഞു കാണും, അല്ലാതെ അവൻ കരുണയെ വിളിച്ചു കൊണ്ടുവരാനൊന്നും സാധ്യതയില്ല എന്ന് പറയുമ്പോൾ ലേഖ്യം പറയുന്നുണ്ട് അത് കണ്ണേട്ടൻ പറഞ്ഞത് നേരായിരിക്കും. അവനാണെങ്കിൽ സ്വത്തിനോടും പണത്തിനോടും ആർത്തി പിടിച്ച് നടക്കണമല്ലേ, അതുകൊണ്ട് അത് അവർക്ക് മനസ്സിലായിട്ട് അവരെന്തെങ്കിലും അവന് ഓഫർ ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ ഒന്നും അവൻ കരുണയെ വിളിച്ചു കൊണ്ടുവരില്ല. അതും ഈ അവസ്ഥയിൽ. ഇനിയാണെങ്കിൽ പൈസയ്ക്കൊക്കെ ഒരുപാട് ചിലവുണ്ടെന്ന് അവനൊക്കെ അറിയാമല്ലോ എന്ന് സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ഞാൻ തൽക്കാലം വീട്ടിലോട്ട് പോട്ടെ എന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട് നിനക്കിന്ന് പോകണോടാ, നിനക്ക് ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാ എനിക്ക് പോകണം, ഞാൻ മറ്റൊരു ദിവസം ഇവിടെ കിടക്കാൻ വരാം, എന്തായാലും ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് കണ്ണൻ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട് അയാൾ ഇതുവരെ വന്നില്ലല്ലോ ഉണ്ണിയേട്ടാ, എന്തായാലും അയാളും കൂടി വരാതെ ഒന്നും ഇരിക്കൂല, ഇനിയിപ്പോൾ അനന്തുവേട്ടൻ്റെ വീട്ടിലെങ്ങാനും കിടക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അനന്തുവേട്ടൻ്റെ വീട്ടിൽ പോയാലും അയാൾ ഇങ്ങോട്ട് തന്നെ വരും, ആ കാര്യത്തിൽ നിനക്ക് സംശയമൊന്നും വേണ്ടെന്ന്. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കണ്ണൻ്റെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണൻ്റെ കാറിൻ്റെ ഒച്ച കേട്ടതും ഉണ്ണിയാണെങ്കിൽ അയാൾ വന്നു എന്നോ തോന്നണേന്നും പറഞ്ഞ് വേഗം തന്നെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കണ്ണൻ കാറിൽ നിന്ന് ഇറങ്ങി വീൽ ചെയറിലേക്ക് ഇരിക്കണ കാണുന്നുണ്ട്. അന്നേരം ഉണ്ണി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ രാത്രി ഈ വീട്ടിലെ അയാളുടെ അവസാനത്തെ രാത്രിയായിരിക്കും, നാളെ അയാൾ കിടക്കാൻ പോകുന്നത് ശ്മശാനത്തിലായിരിക്കുമെന്ന്. ആ സമയത്ത് കരുണ അങ്ങോട്ട് വന്നിട്ട് അയാൾ വന്ന ഉണ്ണിയേട്ടാന്ന് ചോദിക്കുമ്പോൾ ഉവ്വ ഇപ്പം അകത്തേക്ക് കയറി പോയിട്ടുണ്ട്, എന്തായാലും നീ ഇപ്പം താഴേക്ക് ഇറങ്ങി ചെല്ല്, അല്ലെങ്കിൽ പിന്നെ അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നു. അങ്ങനെ ഉണ്ണിയും കരുണയും കൂടി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്താണ് നമ്മളുടെ കണ്ണനകത്തേക്ക് കയറി വരുന്നത്. കണ്ണനെ കണ്ടതും ദുർഗയാണെങ്കിൽ ഓടി വന്നിട്ട് മോനെ നീ എന്താടാ വൈകിയെന്ന് ചോദിക്കുമ്പം അമ്മ എന്നെ കണ്ടതല്ലേ, ഞാൻ മഹാലക്ഷ്മിനെയും കുഞ്ഞിനെയും കാണാൻ പോയതല്ലേ, കുറച്ച് നേരം കുഞ്ഞിൻ്റെ അടുത്തിരുന്നു, അതാ വരാൻ വൈകിയെന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് എനിക്ക് കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് വരാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല, മോളെ കണ്ട് എനിക്ക് കൊതി മാറിയില്ല, എന്തായാലും മോളെ മനസ്സ് നിറഞ്ഞൊന്ന് എടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അതൊക്കെ ശരിയാവും അമ്മേ, എന്തായാലും ഇപ്പോൾ ലേഖയ്ക്കും ആർക്കും അമ്മയെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അമ്മ അതോർത്തൊന്നും ടെൻഷൻ ആവണ്ടാന്ന്. ഈ സമയത്ത് ഇത് കേട്ട കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട് കണ്ടില്ലേ അയാളുടെ കുഞ്ഞിനെ കാണാനായിട്ട് നിങ്ങളുടെ അമ്മ പോയേക്കുമായിരുന്നു എന്ന്, ഞാനിവിടെ അമ്മയാവാൻ പോകണമെന്ന് അറിഞ്ഞിട്ട് അവരെന്നെ ഒന്ന് പരിഗണിക്കണ പോലുമില്ല, അതുമാത്രമാണോ എനിക്കിഷ്ടമുള്ളൊരു പലഹാരം പോലും ഇന്ന് വരെ ഉണ്ണിയേട്ടൻ്റെ അമ്മ ഉണ്ടാക്കി തന്നിട്ടില്ല, ഇപ്പം മൂത്ത മരുമോളെയും കുഞ്ഞിനെ അവർക്ക് ആവശ്യമുള്ളൂ, അതുപോലെ തന്നെ മോൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പലഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവർ പോകണം കണ്ടു എന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഇതിനിപ്പോൾ അധികം ദിവസമൊന്നും ഉണ്ടാവില്ലടി, അയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി തരും, നീ അതോർത്ത് ടെൻഷനാവുമൊന്നും വേണ്ടാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയാണെങ്കിൽ ആ ഒരു അമ്പലത്തിൽ ചെന്നേക്കാണ്. അവിടെയാണെങ്കിൽ ആ ദിവ്യായ അമ്മ മാർക്കോയും കാത്തിരിക്കുകയാണ്. എന്തിനാ അമ്മ എന്നെ കാണണമെന്ന് വിചാരിച്ചതെന്ന് ചോദിക്കുമ്പം അത് മാർക്കോ ഒരു പ്രശ്നമുണ്ട്, ഇന്ന് രാത്രി അരുതാത്തത് എന്തോ സംഭവിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയണമെന്ന്. അന്നേരം മാർക്കോ ചോദിക്കുന്നുണ്ട് അതെന്താ അമ്മയ്ക്ക് അങ്ങനെ തോന്നണേന്ന് ചോദിക്കുമ്പം വേറൊന്നും അല്ല മാർക്കോ, കണ്ണൻമോൻ കമലേശ്വരത്തേക്കല്ലേ പോയേക്കണേ കിടക്കാനായിട്ട്, അവിടെ കണ്ണൻമോനക്കകത്ത് എന്തോ ഒരു ആപത്തിരിക്കുന്നുണ്ടെന്ന്. അന്നേരം മാർക്കോ പറയുന്നുണ്ട് അവിടെ എന്താ ആപത്തിരിക്കാനാ, ശത്രുക്കളൊക്കെ ഇപ്പോൾ ജയിലിലായി, അതുമാത്രമല്ല ഒരുത്തനുള്ളത് അനങ്ങാൻ പാടില്ലാതെ കിടക്കുക, പിന്നെ കണ്ണൻ സാറിനെ ആരും ഉപദ്രവിക്കാനാന്ന് ചോദിക്കുമ്പം അതൊന്നും അറിയില്ല, എന്തായാലും കണ്ണൻ എന്തോ വലിയൊരു ആപത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് മുഴുവൻ ഞാൻ പ്രാർത്ഥനയിലായിരിക്കും, നീയും മോനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് എന്നാലും എന്താ ആപത്താന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ അമ്മയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാപത്ത് കണ്ണമ്മോന് വരാൻ പോകുന്നുണ്ട്, അതിനെ തട്ടി നീക്കണമെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന കൂടിയേ തീരൂ, ഇന്ന് രാത്രി മൊത്തം നീയും ഞാനും ഇരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ മാർക്കോയാണെങ്കിൽ ആകെ സംശയത്തിലാവുന്നുണ്ട്. മാർക്കോ വേഗം തന്നെ സാഗറിനെ വിളിക്കുന്നുണ്ട്. സാഗർ ഫോൺ എടുത്തതും എന്താ മാർക്കോ എന്ന് ചോദിക്കുമ്പോൾ അതേ കണ്ണൻ സാറിന് എന്തോ ഒരാപത്ത് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കണ്ണൻ സാറിനെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് അതിനിപ്പോൾ കണ്ണൻ സാറ് കമലേശ്വരത്തല്ലേ, എന്തായാലും ഞാൻ സാറിനെ വിളിച്ച് വിവരം പറയാമെന്ന്. അങ്ങനെ സാഗറാണെങ്കിൽ ഫോണെടുത്ത് കണ്ണനെ വിളിക്കുന്നുണ്ട്. കണ്ണൻ ഫോണെടുത്തതും സാഗർ പറയുന്നുണ്ട് മാർക്കോ വിളിച്ചിരുന്നു കണ്ണൻ സാറിന് എന്തോ ഒരു ആപത്ത് വരാൻ പോവുക, ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട് എനിക്കിനി എന്താ ആപത്ത് വരാനാ സാഗറെ, എന്നെ ആപത്തിൽ പെടുത്തണവരൊക്കെ ഇപ്പോൾ ജയിലിലല്ലേ, അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട. ആ സമയത്ത് മഞ്ജു ഫോൺ മേടിച്ചിട്ട് പറയുന്നുണ്ട് കണ്ണേട്ടനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലേ, കണ്ണേട്ടൻ ഇന്ന് എന്തിനാ അങ്ങോട്ട് പോയത്, കണ്ണേട്ടൻ അനന്തുവേട്ടൻ്റെ വീട്ടിൽ തന്നെ കിടന്നാൽ പോരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് നീ എന്താടി ഇങ്ങനെ പറയണേ, ഇപ്പോൾ ഇവിടെ എന്നെ ഉപദ്രവിക്കാൻ ആരോ ഉള്ളതെന്ന് ചോദിക്കുമ്പം ആരും ഇല്ലേ, എൻ്റെ ഉണ്ണിയേട്ടനും അയാളുടെ ഭാര്യയില്ലേ, അവർ പോരെ കണ്ണേട്ടനെ ഉപദ്രവിക്കാൻ, പിന്നെ അമ്മ മാറിയെന്നൊന്നും കണ്ണേട്ടൻ ഉറപ്പായിട്ടും വിശ്വസിക്കുകയൊന്നും വേണ്ട, അമ്മയുടെ അഭിനയമാണോന്നൊന്നും അറിയില്ല. അന്നേരം കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന്.
പിന്നീട് നമ്മളുടെ ദുർഗയാണെങ്കിൽ കണ്ണനെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കാൻ വരുന്നുണ്ട്. അന്നേരം കണ്ണൻ സന്തോഷത്തോടുകൂടി തന്നെ ദുർഗയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പം ദുർഗയാണെങ്കിൽ കണ്ണന് ഇഷ്ടപ്പെട്ട ആ ഒരു വിഭവങ്ങൾ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് കണ്ണൻ ആസ്വദിച്ച് എല്ലാ ഭക്ഷണവും കഴിക്കുമ്പം ഇത് കണ്ടുകൊണ്ടിരിക്കണം ഉണ്ണിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നാലും ഉണ്ണി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഇന്നത്തോടുകൂടി അയാളുടെ എല്ലാ ഇതും തീരുമല്ലോ, നാളെ അയാൾ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഇന്ന് അയാൾ ആസ്വദിച്ച് കഴിക്കട്ടെ, അമ്മയാണെങ്കിൽ മൂത്ത മോനെ നല്ലോണം ഊട്ടി കൊടുക്കുകയും ചെയ്യട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൻ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ കഴിക്കണില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പിന്നെ കഴിച്ചോളാം, എന്തായാലും അമ്മ കണ്ണേട്ടന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ അല്ലേ ഉണ്ടാക്കിയേക്കണേ, കണ്ണേട്ടൻ കഴിക്കുക, അതിനുശേഷം ഞാൻ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ അതെന്താടാ നീ അങ്ങനെ പറയണേ, നീ ഇരിക്കുക നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയുമ്പോൾ ഇല്ല കരുണയും വന്നിട്ട് ഞാൻ കരുണയുടെ കൂടെ ഇരുന്നോളാം, തൽക്കാലം കണ്ണേട്ടൻ കഴിച്ചു എന്ന് പറയണം. അങ്ങനെ കണ്ണൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതും കണ്ണനാണെങ്കിൽ റൂമിലോട്ട് പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ മഹാലക്ഷ്മിയോട് ലേഖ പറയുന്നുണ്ട്, നിങ്ങൾ ആ ദുർഗേനെ ഒരുപാട് അങ്ങ് വിശ്വസിക്കുകയൊന്നും വേണ്ട, എത്ര പ്രാവശ്യം മഹീനെയും കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയവർ അത് മാത്രമാണോ സ്വന്തം മോള് അമ്മയാവാൻ പോവാന്ന് അറിഞ്ഞിട്ട് അവരാ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി മഞ്ജുവിന് വിഷം കൊടുത്തതല്ലേ, അതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതിന് കുഞ്ഞിനെയും കൊണ്ട് അവിടെ പോയി സ്ഥിരം താമസിക്കാനൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലല്ലേ, നൂലുകെട്ട് കഴിഞ്ഞ് ഞങ്ങളങ്ങോട്ട് പോയാലും തിരിച്ചിങ്ങോട്ട് തന്നെ വരും, അതുമാത്രമല്ല കണ്ണേട്ടൻ വേറൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് രണ്ടുപേർക്കും ഒരേ സ്ഥലത്ത് വീട് പണിയണമെന്നാണ് കണ്ണേട്ടൻ പറഞ്ഞത്. അന്നേരം ലേഖ ചോദിക്കുന്നുണ്ട്, നേരാണോ മഹി പറയണ, കണ്ണേട്ടൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പിന്നില്ലാതെ ഞാനെന്തിനാണ് നുണ പറയുന്നത്, കണ്ണേട്ടൻ പറഞ്ഞു കുറേ നാളായിട്ട് അനന്തവട്ടനും ലേഖയും പറയണത് ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് രണ്ടുപേർക്കും വീട് വെച്ച് താമസിക്കുന്നത്, എന്തായാലും ഈ പ്രാവശ്യം നിങ്ങളുടെ ആഗ്രഹം പരിഗണിക്കണമെന്നാണ് കണ്ണേട്ടൻ പറഞ്ഞതെന്ന്. അന്നേരം ലേഖ ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ പോയിട്ട് വിളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല, ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ, എന്തായാലും കിടക്കണതിന് മുമ്പ് വിളിക്കുമായിരിക്കും. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മിയുടെ ഫോണിലോട്ട് കണ്ണൻ്റെ കോൾ വരുന്നുണ്ട്. ഫോണെടുത്തും മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടനെ വിളിക്കണേന്ന്, എന്നാൽ നിങ്ങൾ സംസാരിക്കുക ഞാൻ അപ്പുറത്തുണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് ലേഖ കൊച്ചിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. കൊച്ചിനെയും കൊണ്ട് ലേഖ പോയി കഴിഞ്ഞതും കണ്ണൻ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞുറങ്ങിയോ എന്ന് ചോദിക്കുമ്പം അതെങ്ങനെയാണ്, കുഞ്ഞിനെ ഉറക്കാനൊന്നും ലേഖയ്ക്ക് പറ്റില്ല, ലേഖ എപ്പോഴും അതിനെടുത്തിട്ട് നടക്കാം, ഇനിയിപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പം പ്രശ്നമാവുമല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതിന് എന്നെയും കുഞ്ഞിനെ അങ്ങോട്ട് വിടുമെന്ന് തന്നെ സംശയമാണ്, കണ്ണേട്ടന് ഊണ് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഊവാടോ ഞാൻ ഊണൊക്കെ കഴിച്ചു, എന്തായിരുന്നു കറികൾ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള എല്ലാ കറികളും അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കറികൾക്കൊക്കെ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും കണ്ണേട്ടൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേരെ, ഇനിയിപ്പോൾ മനസ്സിൽ എന്തെങ്കിലും വച്ചുകൊണ്ട് അമ്മ ഈ സ്നേഹം കാണിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ വിഷം കലക്കി തരാനും അമ്മ മടിക്കൂലെന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഇനി എനിക്ക് അങ്ങനത്തെ സംശയമൊന്നുമില്ല മഹി, അമ്മ ശരിക്കും മാറിയത് തന്നെ, ഇന്നാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന് എന്നെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിപ്പിച്ചെങ്കിലും ഉണ്ണീനെ അത്ര മൈൻഡൊന്നും ചെയ്യാൻ പോയില്ല, ഉണ്ണിക്ക് അതിൻ്റെ ഒരു ദേഷ്യം ഉണ്ട് താനും. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഉണ്ണിയേയും സൂക്ഷിക്കണം കണ്ണേട്ട, അവനിപ്പോൾ പ്രതികാരം മൂത്ത് നടക്കുകയായിരിക്കും, എന്തായാലും അവൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഇപ്പോൾ ജയിലിലായില്ലേ, ഇനി അവൻ ഒറ്റയ്ക്കായിരിക്കും എന്തെങ്കിലും ചെയ്യണേന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, താൻ അതോർത്തൊന്നും പേടിക്കണ്ട, അവനങ്ങനെ പൈസ കൊടുത്ത് ആരെയും കൊണ്ടും എന്നെ കൊല്ലിക്കാനൊന്നും നോക്കൂല. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ കണ്ണേട്ടൻ്റെ സ്വത്ത് കിട്ടുമല്ലോ എന്ന് കരുതി അവൻ പൈസ മുടക്കാനും മടിക്കില്ല കണ്ണേട്ടാന്ന്, എന്തായാലും കണ്ണേട്ടനൊന്ന് സൂക്ഷിക്കണം എന്ന് പറയുമ്പം ഞാൻ സൂക്ഷിച്ചോളാം, താൻ ടെൻഷനാവൊന്നും വേണ്ട. ആ സമയത്താണ് ലേഖ കുഞ്ഞിനെയും കൊണ്ട് മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് തന്നെ മോൾക്ക് പാല് കൊടുക്കും മഹി എന്നും പറഞ്ഞു. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ കുഞ്ഞിനെ ഉറക്കട്ടെ കണ്ണേട്ടാ, പിന്നീട് വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൻ ഫോൺ കട്ട് ചെയ്തതും ഫോണിലുള്ള കുഞ്ഞിൻ്റെ ഫോട്ടോയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് കിടക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ കരുണ ഉണ്ണിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്, നാളെ നേരം വെളുത്താൽ കണ്ണൻ മരിക്കും എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ കരുണ ചോദിക്കുന്നുണ്ട്, ഉണ്ണിയേട്ടാ ഉറപ്പായിട്ടും അയാൾ മരിക്കൂലേ എന്ന് ചോദിക്കുമ്പം പിന്നില്ലാതെ അയാൾ AC ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ മരിക്കാതെ ഒന്നും ഇരിക്കില്ല എന്ന് പറയുമ്പം കരുണ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അയാൾക്ക് AC ഇടാൻ തോന്നിയില്ലെങ്കിലോ എന്ന് ചോദിക്കുമ്പം അത് നീ പറയണ പോലെ ഒന്നും അല്ല, കണ്ണേട്ടൻ റൂമിൽ കയറി കഴിഞ്ഞാൽ AC ഇടും, AC ഇടാതെ കണ്ണേട്ടൻ ഒരിക്കലും ഉറങ്ങാറില്ല, AC ഇട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ അയാൾ ഉറങ്ങും, അപ്പോൾ കണ്ണേട്ടന് എന്തെങ്കിലും സംശയം തോന്നുമെന്ന് ചോദിക്കുമ്പോൾ AC ഇടുമ്പോൾ തന്നെ ഒന്നും വിഷദ്രാവകം വരില്ല, കുറച്ച് സമയം കഴിഞ്ഞ് അതിൻ്റെ എഫക്റ്റ് പുറത്തേക്ക് വരുള്ളൂ, ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും, അപ്പോൾ അയാൾ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ വാതകത്തിൻ്റെ എഫക്റ്റ് വരുള്ളൂ
ഇരിക്കുകയുള്ളൂ. ആ എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് എണീറ്റ് ഓടാനൊന്നും പറ്റില്ലല്ലോ. വീൽ ചെയർ ആണെങ്കിൽ അയാളുടെ റൂമിൽ നിന്ന് ഞാൻ മാറ്റി വയ്ക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ അയാൾക്ക് വീൽ ചെയർ ഇല്ലാതെ എങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റും? അയാൾ ആ മുറിയിൽ കിടന്ന് ആ വാതകത്തിൻ്റെ വിഷം ശ്വസിച്ച് മരിച്ചു പോയിക്കോളൂ എന്ന്. അത് കേട്ടതും കരുണയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് കരുണ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഉണ്ണിയേട്ടൻ ഇപ്പം തന്നെ ചെന്ന് അയാളുടെ മുറിയിൽ നിന്ന് ആ വീൽ ചെയർ എടുത്ത് മാറ്റുന്ന നേരം ഉണ്ണി പറയുന്നുണ്ട്, അതിന് അയാൾ ഉറങ്ങിയിട്ട് വേണ്ടേ, അയാൾ ഉറങ്ങട്ടെ എന്ന്. അങ്ങനെ കണ്ണനാണെങ്കിൽ ഉറങ്ങാൻ കണക്കാക്കി AC ഓൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ മഹാലക്ഷ്മിയുടെയും കുഞ്ഞിൻ്റെയും കാര്യം ഓർത്തുകൊണ്ട് കണ്ണൻ ഉറക്കത്തിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ മാർക്കോയും ആ ദിവ്യായ അമ്മയും അമ്പലത്തിലിരുന്ന് നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണനോ മഹാലക്ഷ്മിക്കോ ആർക്കും ഒരാപത്തും വരുത്തല്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, അമ്മേ കണ്ണൻ സാറിനാണ് ആപത്ത് വരാൻ പോണേന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് നിശ്ചയമില്ല മോനെ, എന്തായാലും ഇന്ന് രാത്രി അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. നമ്മളുടെ പ്രാർത്ഥന കൊണ്ട് ഭഗവാൻ കണ്ണു തുറന്ന ആ അപകടം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ മാർക്കോയും ഈ അമ്മയും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളുടെ കണ്ണന് പെട്ടെന്ന് തന്നെ എന്തോ ഒരു അസ്വസ്ഥത തോന്നിയിട്ട് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട്. ഉറക്കത്തിൽ നിന്ന് എണീറ്റതും കണ്ണനാണെങ്കിൽ നല്ലോണം ചുമയ്ക്കുന്നുണ്ട്. അപ്പോൾ കണ്ണന് മനസ്സിലാവുന്നുണ്ട് മുറിക്കകത്ത് എന്തോ ഒരു വിഷാംശം ഉണ്ടെന്ന്. അങ്ങനെ കണ്ണൻ ഇതെന്താ ഇങ്ങനെ, ഞാൻ കിടക്കുമ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ, പെട്ടെന്ന് എന്താ പറ്റിയേ, എന്തായാലും പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച് കണ്ണനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ കണ്ണൻ നല്ലോണം ചുമയ്ക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ കണ്ണന് ശ്വാസം മുട്ടണ പോലെ തോന്നിയിട്ട് കണ്ണൻ വേഗം തന്നെ ബെഡിൽ നിന്ന് ചാടി പിടിച്ച് എഴുന്നേറ്റ് റൂമിൽ നിന്ന് ഓടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പുറത്ത് വന്നതും കണ്ണന് ആ ശ്വാസമുട്ടൊക്കെ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ കണ്ണന് മനസ്സിലാവുന്നുണ്ട് റൂമിൽ എന്തോ അപകടം ഉണ്ടെന്ന്. അങ്ങനെ കണ്ണൻ ചുമച്ചുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കണ്ണന് ഓർമ്മ വരുന്നുണ്ട്, വീൽ ചെയറിൽ ഇല്ലാതെയാണല്ലോ നിൽക്കണേന്ന്. അങ്ങനെ കണ്ണൻ വീൽ ചെയർ നോക്കുമ്പം അവിടെയെങ്ങും കണ്ണൻ്റെ വീൽ ചെയർ കാണുന്നില്ല. വേഗം തന്നെ കണ്ണന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ആരോ തന്നെ ചതിച്ചതാ. ഇനിയിപ്പോൾ അമ്മയാണോ അതോ ഉണ്ണിയാണോ എന്ന് അറിയേണ്ടതുള്ളൂ. എന്തായാലും അവരുടെ ചതിയിൽ ഞാൻ വീണില്ലല്ലോ, രക്ഷപ്പെട്ടല്ലോ, എൻ്റെ കുഞ്ഞിന് അച്ഛനില്ലാതായില്ലല്ലോ എന്നൊക്കെ ഓർത്ത് കണ്ണനാണെങ്കിൽ അവിടെ താഴെ തന്നെ ഇരിക്കുന്നുണ്ട്. വീണ്ടും അവിടെ ഇരുന്ന് ഇങ്ങനെ ചുമയ്ക്കുമ്പം ദുർഗയാണെങ്കിൽ ഈ കണ്ണൻ്റെ ചുമ കേട്ടിട്ട് ഉറക്കം തെളിഞ്ഞ് കണ്ണനല്ലോ ചുമക്കണേ, കണ്ണൻ എന്ത് പറ്റി കാണുമെന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് കണ്ണൻ്റെ റൂമിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ റൂമിൻ്റെ പുറത്ത് വന്നതും റൂമിൻ്റെ വെളിയിലിരുന്ന് ചുമക്കണ കണ്ണനെ കണ്ടിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയിടാ മോനെ, നീ എന്താ ഇവിടെ ഇരുന്ന് ചുമക്കണേ, നീ എങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ ചോദിക്കുമ്പം അതമ്മേ എനിക്ക് ഇച്ചിരി വെള്ളം വേണമെന്ന് പറയണം. അങ്ങനെ ദുർഗ ഓടിപ്പോയി വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തതും കണ്ണൻ വെള്ളം കുടിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ റൂമിൽ എന്തോ പ്രശ്നമുണ്ട് അമ്മേ, എനിക്ക് അവിടെ കിടന്നിട്ട് ശ്വാസം മുട്ടണ പോലെ തോന്നി, ഞാൻ വേഗം ഇങ്ങോട്ട് വന്നിരുന്നതാണ്. അന്നേരം ദുർഗ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ ഇവിടെ വന്നിരുന്നേന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് ശ്വാസം മുട്ടിയിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഞാൻ ബെഡിൽ നിന്ന് ഉരുണ്ട് ചാടി നിരങ്ങി ഇവിടെ വന്നിരുന്നതാ അമ്മയെന്ന്. അത് കേട്ടതും ദുർഗയാണെങ്കിൽ ഡോറ് തുറന്ന് കണ്ണൻ്റെ റൂമിലേക്ക് കയറിയതും ദുർഗയ്ക്കാണെങ്കിൽ ഒരു മണവും ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ദുർഗയെ നല്ലോണം ചുമയ്ക്കുന്നുണ്ട്. വേഗം തന്നെ ദുർഗ ഡോറടിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, മോനെ കണ്ണ, നിൻ്റെ റൂമിൽ എന്തോ പ്രശ്നമുണ്ടടാ, അങ്ങോട്ട് കയറിയപ്പം എനിക്കും എന്തൊക്കെയോ വിഷമം തോന്നി, ശ്വാസം മുട്ടണ പോലെ തോന്നി എന്ന് പറയുമ്പോൾ അമ്മേ നമ്മളെ ആരോ ചതിച്ചിട്ടുണ്ട്, ഇനി അമ്മയും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ ചതി ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ മോനെ കണ്ണ നീ എന്നെ സംശയിക്കില്ലടാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണു. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാമേ, അമ്മ തൽക്കാലം ആ AC അങ്ങോട്ട് ഓഫ് ചെയ്യുമെന്ന് പറയണം. അങ്ങനെ ദുർഗ ചെന്ന് AC ഓഫ് ചെയ്യുന്നുണ്ട്. AC ഓഫ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയതും റൂമിലെ മണമൊക്കെ പോയി കണ്ടതും ദുർഗ വേഗം തന്നെ കണ്ണനോട് പറയുന്നുണ്ട്, ഇപ്പോൾ റൂമിൽ മണമൊന്നുമില്ല മോനെന്ന്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, AC-യിൽ ആരോ വിഷം വെച്ചേർന്നേ അമ്മേ, എന്തായാലും വിഷം വെച്ചത് ആരാന്ന് നാളെ നേരം വിളിക്കുമ്പോൾ കണ്ടുപിടിക്കാം. അമ്മ എന്തായാലും ഈ കാര്യങ്ങളൊന്നും ആരോടും പറയണ്ട, ഞാൻ തൽക്കാലം ഇപ്പോൾ റൂമിലോട്ട് കയറി കിടക്കണില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ റൂമിലോട്ട് പോയി കിടക്കണുള്ളൂ. അമ്മ ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നു പറയണം. അങ്ങനെ ദുർഗ പോയി ജനലും വാതിലൊക്കെ തുറന്നിട്ട് റൂമിലെ മണമൊക്കെ പോയി കഴിഞ്ഞതും കണ്ണനോട് പറയുന്നുണ്ട്, മോനെ ഇപ്പോൾ റൂമിൽ പ്രശ്നമൊന്നുമില്ല, നീ വന്ന് കിടന്നോന്ന്. അങ്ങനെ കണ്ണൻ വേഗം നിലത്തുനിന്ന് എഴുന്നേക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് ദുർഗയോട് പറയുന്നുണ്ട്, അമ്മ എൻ്റെ വീൽ ചെയർ കാണുന്നില്ല എന്ന്. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, നിൻ്റെ റൂമിലല്ലായിരുന്നു വീൽ ചെയർ, പിന്നെ അത് എവിടെ പോയി എന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ല, എന്തായാലും അമ്മ വീൽ ചെയർ ഒന്ന് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ദുർഗ വീൽ ചെയർ അന്വേഷിച്ച് പോകുമ്പം ഈ ഉണ്ണിയുടെ റൂമിൻ്റെ ഭാഗത്തായിട്ട് വീൽ ചെയർ ഇരിക്കണ കാണുന്നുണ്ട്. ആ സമയത്ത് തന്നെ ദുർഗയ്ക്ക് കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ വീൽ ചെയറും കൊണ്ട് വന്നിട്ട് ദുർഗ കണ്ണനെ പിടിച്ച് വീൽ ചെയറിലേക്ക് ഇരുത്തുന്നുണ്ട്. പിന്നീട് കണ്ണൻ റൂമിലേക്ക് പോകുമ്പം ദുർഗയും കൂടെ ചെന്നതും കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും അമ്മ ഈ നടന്ന കാര്യങ്ങളൊന്നും ആരോടും പറയണ്ട,
ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, എന്നാലും ഈ ചതി ആരായിരിക്കും മോനെ ചെയ്തതെന്ന് ചോദിക്കുമ്പം ആരാ ചെയ്തതെന്നുള്ളത് നാളെ നേരം വെളുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അമ്മ തൽക്കാലം ആരോടും പറയാതിരുന്നാൽ മതി. രാവിലെ അമ്മ എന്നെ വന്ന് വിളിച്ചിട്ട് ഞാൻ എഴുന്നേക്കണില്ല എന്നും പറഞ്ഞുകൊണ്ടൊന്ന് കരഞ്ഞ് ബഹളം വയ്ക്കുക, അപ്പോൾ സത്യമൊക്കെ പുറത്ത് വരുമെന്ന്. അങ്ങനെ ദുർഗ അത് സമ്മതിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ കരുണ ഉണ്ണിയാണെങ്കിൽ സന്തോഷത്തിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. നേരം വെളുക്കുമ്പോൾ കണ്ണൻ ജീവനോടെ ഉണ്ടാവില്ല, കണ്ണൻ്റെ സ്വത്തൊക്കെ തനിക്ക് കിട്ടുമെന്നുള്ള ചിന്തയിലാണ് ഉണ്ണി കിടന്നുറങ്ങണത്. പിന്നീട് നേരം വെളുത്തതാണ് കാണിക്കണേ. നേരം വെളുത്ത് ദുർഗയാണെങ്കിൽ കണ്ണൻ്റെ റൂമിൽ കിടന്ന് മോനെ കണ്ണ എഴുന്നേക്കടാ, നിനക്ക് എന്താടാ പറ്റിയെന്നൊക്കെ ചോദിച്ച് ഉറക്കനെ കരയുന്നുണ്ട്. ഈ കരുണയും ഉണ്ണിയും ഈ ദുർഗയുടെ കരച്ചിൽ കേട്ടാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കണം. ആ കരച്ചിൽ കേട്ടതും കരുണയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടാ നമ്മളുടെ ആഗ്രഹം നടന്നു ഉണ്ണിയേട്ടാ, അയാൾ മരിച്ചു എന്നാ തോന്നണേ, അമ്മയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ എന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, തൽക്കാലം നീ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട, കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇനിയിപ്പോൾ അയാൾ ആസ്പത്രിയിലൊക്കെ കൊണ്ടുപോയി രക്ഷപ്പെട്ടാൽ അതുകൊണ്ട് മാക്സിമം വൈകി നമുക്ക് ആസ്പത്രിയിൽ കൊണ്ടുപോയാൽ മതി. അങ്ങനെ ദുർഗയാണെങ്കിൽ ഡോറിലേക്ക് നോക്കുന്നുണ്ട് ഈ ഉണ്ണിയും കരുണയും വരുന്നുണ്ടോയെന്ന്. അപ്പോൾ അവരെ കാണാണ്ടായിട്ട് ദുർഗ വേഗം തന്നെ അവരുടെ റൂമിൻ്റെ അവിടെ ചെന്ന് നോക്കുമ്പം ഉണ്ണിയും കരുണയും റൂമിൽ നിന്ന് അയാൾ മരിച്ചു എന്നാണ് തോന്നണം ഉണ്ണിയേട്ട. എന്തായാലും ഉണ്ണിയേട്ടൻ്റെ ഈ പ്രാവശ്യത്തെ പ്ലാൻ വിജയിച്ചു എന്ന് പറയുന്നത് ദുർഗ കേൾക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ദുർഗയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. വേഗം തന്നെ ദുർഗ കണ്ണൻ്റെ അടുത്ത് തിരിച്ച് ചെന്നിട്ട് പറയുന്നുണ്ട്, മോനെ നിന്നെ ചതിച്ചത് ഉണ്ണിയും കരുണയും കൂടി ചേർന്നതാണ്. അത് കേട്ടതും കണ്ണനാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട്, എന്തായാലും അമ്മ കുറച്ചും കൂടി നിന്ന് കരയുക, അവർ സന്തോഷം കൊണ്ട് ഇങ്ങോട്ട് ഓടി വരട്ടേന്ന്. അങ്ങനെ ദുർഗ വീണ്ടും കരഞ്ഞതും നമ്മളുടെ ഉണ്ണിയും കരുണയും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയണേന്ന് ചോദിക്കുമ്പോൾ മോനെ കണ്ണനെ എഴുന്നേക്കണില്ലാടാ, അവനെന്താ പറ്റിയെന്ന് നോക്കുമ്പോൾ പറയുമ്പം അയാൾ വേണമെങ്കിൽ എഴുന്നേറ്റോളും, അതിനമ്മ ഈ മാതിരി കിടന്ന് കരയണേ എന്തിനാന്ന് ചോദിച്ചതും ദുർഗയാണെങ്കിൽ എടാന്നും പറഞ്ഞ് ദേഷ്യത്തോടുകൂടി ഉണ്ണിയുടെ അടുത്തേക്ക് വന്നിട്ട് ഉണ്ണിയുടെ ചെകിട് നോക്കി ഒരെണ്ണം കൊടുക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.